എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 എക്കണോമിക്സിലെ മാക്രോയ്ക്കകത്തെ ഒന്നാമത്തെ പാഠത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ ഇനി വരുന്ന +2 ഇംപ്രൂവ്മെൻ്റ് ഒക്കെ എഴുതുന്ന ഒരു പ്രത്യേകം പഠിച്ചു വയ്ക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. ആൻഡ് ഇതിൽ മെയിൻലി പറയുന്നൊരു കാര്യം നമ്മുടെ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എങ്ങനെയാണ് പോപ്പുലറായി എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇവിടെ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു മാക്രോ എക്കണോമിക്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോപ്പുലറായി മാറിയതിൽ അതിൽ പിന്നിലുള്ള ഒരൊറ്റ വ്യക്തിയാണ് നമ്മുടെ JM കെയ്ൻസ്. ഓക്കെ, മീൻസ് അതായത് ഈ മാക്രോൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ എന്താ പറയുക എല്ലാവരിലോട്ടും എത്തിച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം JM കെയ്ൻസ് അല്ലെങ്കിൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയാം. അതെങ്ങനെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കായ ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് അദ്ദേഹം മാക്രോ എക്കണോമിക്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്തത് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അത് 1936 ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത്. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഇത് പ്രത്യേകിച്ച് വൺ വേർഡായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ JM കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സ് ഇത്രത്തോളം പോപ്പുലറാക്കി മാറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മാക്രോ എക്കണോമിക്സ് വരുന്നത് വരെയുള്ള ഒരു സിസ്റ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ ട്രഡീഷനായിരുന്നു. ഓക്കെ, അതായത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ട്രഡീഷനിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലുള്ള ഡിമാൻഡ് സപ്ലൈ ഇതൊക്കെ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, അതെല്ലാം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ചെയ്ത് പോവും. അല്ലെങ്കിൽ അവിടെ വേറെ വലിയ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. മീൻസ് ഒരു ക്ലാസിക്കൽ ട്രഡീഷൻ. ഓക്കെ, നമ്മൾ ആ ഒരു ടേം അവിടെ ഓർത്തിരുന്നാൽ മതി. അങ്ങനെയുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റിൻ്റെ എന്താ പറയുക ഐഡിയോളജീസിലായിരുന്നു നമ്മുടെ എക്കോണമീസ് മുഴുവനായിട്ട് എന്ത് ചെയ്തത് പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ എപ്പോഴാണ് ഒരു വ്യത്യാസം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 1929 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താ പറയുക മഹത്തായ മാന്ദ്യം എന്നൊക്കെ പറയില്ലേ. സോ ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിച്ചു. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, എക്കോണമിയിൽ എന്താണ് വളരെ വലിയൊരു തകർച്ചയാണ് ഉണ്ടായത്. ഓക്കെ, എക്കണോമിക്കലൊരു തകർച്ച എല്ലാ എക്കോണമീസും നേരിടേണ്ടി വന്നു. അതായത് അമേരിക്കയിലാണ് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ അത് പിന്നെ ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങളിലോട്ട് വ്യാപിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം എന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ എക്കോണമിയിൽ വരികയാണ്. എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? ഡിമാൻഡ് സപ്ലൈ എല്ലാം കുറഞ്ഞു പോകുന്നു, എല്ലാം ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിക്ക് പോകുന്നു. ആൾക്കാർക്ക് ജോലിയില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. ഓക്കെ, അമേരിക്കയിലും മീൻസ് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ടായി, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതേണ്ട ഒരു പോയിൻ്റാണ് അൺഎംപ്ലോയ്മെൻറ്റ് കേട്ടോ. തൊഴിലില്ലായ്മ എന്ത് ചെയ്തു, പെരുകി. ഓക്കെ, സോ ഇങ്ങനെ എന്താണ് എക്കോണമി ഭയങ്കരമായിട്ട് വീക്കറായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്രയും അങ്ങനെ വീക്കായി പോയ മീൻസ് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വീക്കായ ടൈമിലാണ് ഈ ഒരു എക്കോണമിസ്റ്റുകൾക്കൊക്കെ മനസ്സിലായത്, ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ ട്രഡീഷനൊക്കെ വച്ചുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു പഴയ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും പുതുതായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണം, എങ്കിലേ നമ്മുടെ എക്കോണമീസിനെ നമുക്ക് രക്ഷിച്ച് വീണ്ടും നല്ല രീതിക്ക് പ്രോഗ്രസീവായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് എക്കോണമിസ്റ്റുകൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബുക്ക് വരുന്നതും അദ്ദേഹം മാക്രോ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നതും പിന്നെ അത് ബാക്കിയുള്ള എക്കോണമിസ്റ്റുകളെല്ലാം ഏറ്റെടുക്കുന്നതും അങ്ങനെ മാക്രോ എക്കണോമിക്സിന് എന്തുണ്ടാവുകയാണ്, ഒരു ഇമ്പോർട്ടൻസ് കൂടി മീൻസ് ഇമ്പോർട്ടൻസ് ഉണ്ടായി വരികയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് എമർജ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇതിനകത്ത് വരുന്നൊരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ വന്നിട്ടുണ്ടായിരുന്നു, മീൻസ് ജോലിയില്ലാത്ത സിറ്റുവേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അമേരിക്കയിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നത് 3%. അതിൽ നിന്നും ഏകദേശം 25% വരെ അൺഎംപ്ലോയ്മെൻറ്റ് ഉയർന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഒരുപാട് പേർക്കും എന്താണ് തൊഴിലൊക്കെ നഷ്ടപ്പെട്ട, അപ്പോൾ ജോലി ഇല്ലെങ്കിൽ തന്നെ ലൈഫ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇഷ്യൂസ് വന്നപ്പോഴാണ് ഇവർ ഈ മാക്രോ എക്കണോമിക്സിൻ്റെ കാര്യം
കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നതും അതിലോട്ട് വരുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ് മീൻസ് ഈ ഒരു മാക്രോ എക്കണോമിക് തോട്ടൊക്കെ വരുന്നത് വരെ ക്ലാസിക്കൽ ട്രഡീഷനായിരുന്നു എന്ത് ചെയ്തത് നമ്മളെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളൊക്കെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 സ്റ്റാർട്ട് ചെയ്തു, അമേരിക്കയിൽ തുടങ്ങി, പിന്നെ അത് വേറെ എല്ലാ രാജ്യങ്ങളിലോട്ടും വ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് എക്കോണമീസൊക്കെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, 3% നിന്നും 25% വരെ അമേരിക്കയിലൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. അതിനെ തുടർന്ന് എക്കോണമിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിലാണ് അവർ ഇനി ഒരു ക്ലാസിക്കൽ ട്രഡീഷനൊന്നും വേണ്ട, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം കൊണ്ടുവരണം, എങ്കിൽ മാത്രമാണ് നമുക്ക് എക്കോണമിയെ രക്ഷപ്പെടുത്താൻ പറ്റുക എന്ന് ഉള്ള ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതും ആ ഒരു മാക്രോ എക്കണോമിക്സിന് അവിടെ ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണ് അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത് മാക്രോ എക്കണോമിക്സ് ഇന്ന് കാണുന്ന രീതിയിൽ അത്രയും പോപ്പുലറായിട്ടും അങ്ങനെയാണ് എമർജ് ചെയ്ത് അതിൻ്റെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചുകൂടി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടി ചുരുക്കിയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മീൻസ് 4 മാർക്കിന് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്കണോമിക്സിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. +2 എക്കണോമിക്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അല്ലെങ്കിൽ ഹോം പേജ് ചെക്ക് ചെയ്താലും മതി, റീസെൻ്റ് ആയിട്ടിട്ട വീഡിയോസൊക്കെ തന്നെയാണ് അത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. താങ്ക് യു.